ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ടേസ്റ്റി ആയിട്ട് കാരമൽ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെക്കുക, മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. നോൺ സ്റ്റിക്ക് പാനിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചാൽ മതി, തനിയെ മെൽറ്റായിക്കോളും. ഇളക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇളക്കി അവിടെ അങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഇതാ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. പാല് ചൂടാകുന്ന സമയം കൊണ്ട് പഞ്ചസാര കളറ് മാറി വന്നിട്ടുണ്ട്, കാരമലൈസായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് കാരമലൈസായി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. പാലൊഴിക്കുന്ന ചൂട് പാലാണ് ഒഴിക്കേണ്ടത്, തണുത്ത പാല് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ സമയം പഞ്ചസാര ക്രിസ്റ്റലായിട്ട് തന്നെ ഉണ്ട്, അത് കുറച്ച് കഴിയുന്ന സമയത്ത് മെൽറ്റായിക്കോളും. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പുറത്ത് നിന്ന് കാരമൽ പുഡിങ് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ, പാക്കറ്റായിട്ട് വാങ്ങുന്നില്ലേ അതിൻ്റെ സെയിം ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം ഇത്രയുള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ. പിന്നെ ഇതിലേക്ക് 2 മുട്ട വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2 കപ്പ് പാലിന് 2 മുട്ട ആ ഒരു മെഷർമെൻറ്റിൽ എടുക്കുക. എസൻസ് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അങ്ങനെ എടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട എസൻസ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാലിൻ്റെ മിക്സറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തിളച്ച പാലിലേക്ക് മുട്ട ഒഴിക്കാൻ പാടില്ല, മുട്ട പിരിഞ്ഞു പോകും. പാലൊന്ന് ആറിയിട്ട് തണുത്തിട്ട് വേണം കേട്ടോ, തണുക്കണ്ട, പാലിൻ്റെ ചൂടൊന്ന് ഏകദേശം ഒന്ന് പോയിട്ട് വേണം മുട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഒരു പുഡിംഗ് ട്രേയിലോ സെർവിങ് പ്ലേറ്റിലോ വെച്ചിട്ട് ആവിക്ക് വെക്കാം കേട്ടോ. ആവി പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോട്ട് എടുത്തിട്ട് ഇതുപോലെ ആവി കയറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കുറഞ്ഞ സമയം കൊണ്ട് നല്ല അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.